ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ വീടിന്റെ ടോപ്പ് ഫ്ലോറിലാണ്, അതായത് ഏറ്റവും ടെറസിന്റെ മണ്ടയിലാണുള്ളത്. നമ്മുടെ സോളാറിനെ പറ്റിയുള്ള ഒരു വേറെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇതൊന്ന് 2 വീക്ക് മുന്നേ നമ്മൾ സോളാറിനെ പറ്റിയുള്ള വീഡിയോ ചെറുതായിട്ടൊന്ന് അതിന്റെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ കൺട്രോൾസും കാര്യങ്ങളും, അതായത് ഇതിന്റെ ഇൻവെർട്ടറും DP ബോക്സും AC ബോക്സും കാര്യങ്ങളൊക്കെ താഴെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് താഴത്ത് പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേലോട്ട് കാര്യങ്ങൾ ഓക്കെ. സോളാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയത് ഇവിടെയാണ്. നമ്മളൊന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ അന്ന് കിട്ടുന്ന പ്രൊഡക്ഷനും കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞു. അന്ന് ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ആ ഒരു സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചില്ല. നമ്മളെ എർത്തും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഫിറ്റ് ചെയ്തത്. 4 എർത്ത് ഡെമോ മൊത്തത്തിൽ വരുന്നത്. പിന്നെ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വെച്ച ഇൻവെർട്ടർ. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് വേറൊരു ഇൻവെർട്ടർ ഉണ്ടായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയി. അതിന് ശേഷം ഇതുപോലത്തെ ഇൻവെർട്ടർ വേറെ കൊണ്ടുവച്ചു. അതിന് ശേഷം അത് കംപ്ലൈൻ്റ് ആയതിനു ശേഷം വീണ്ടും വേറെ ഇൻവെർട്ടർ കൊണ്ടുവച്ചാണ്. അപ്പോൾ ഇതിലോട്ട് നോക്കുമ്പോൾ ഇന്നത്തെ ജനറേഷൻ 12.8 കിലോ വാട്ടാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 5:30 മണിയായി. 5:30 4 മണി. അപ്പോൾ പിന്നെ നമ്മുടെ DC ബോക്സ് കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് AC ബോക്സ് ആണ്, ഇത് സോളാർ മീറ്റർ, ഇത് നമ്മളെ നെറ്റ് മീറ്റർ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഒരു സോളാറിൻ്റെ ഒരു കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആക്കിയത്. പിന്നെ നമ്മളെ എർത്ത് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതാണ് എർത്ത് നമ്മളെ തൊടുവിൽ ഇതുപോലെ 4 എർത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അവിടെ ഓക്കെ. പിന്നെ അടുത്തത് വരുന്നത് ഇവിടെ ഒന്നുണ്ട്, കുറച്ച് പോയിട്ട് അവിടെ ഒന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ പുതിയൊരു ഇൻവെർട്ടർ വെച്ച കാര്യം കഴിഞ്ഞ വീട്ടിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മേലെ സോളാറിൻ്റെ അടുത്ത് പോയാൽ എങ്ങനെ അടുത്ത കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ക്ലീൻ ആക്കിയിട്ട് 3-4 മാസമായിട്ടുണ്ടോ. ഈ 3-4 മാസത്തിന് ശേഷം എത്രത്തോളം പൊടിയുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻവെർട്ടർ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ USB ടൈപ്പ് ഡോങ്കിളൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ജനറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിലോട്ട് കണക്ട് ചെയ്തിട്ട് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിംഗ് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ USB വെച്ചിട്ടാണ്. പണ്ട് അതായത് ഫസ്റ്റത്തെ നമ്മുടെ ആ ഒരു ഇൻവെർട്ടറിന് ഉണ്ടായിരുന്നത് VGA കേബിൾ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്നുകൂടെയൊക്കെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി, ഇത്ര വൈഫൈ 2.4 GHz പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, മറന്നുപോയി, അത് കറക്റ്റ് അറിയാം, അതുകൊണ്ട് ഞാൻ പറയാത്ത കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണക്റ്റ് ആകുന്ന അടിപൊളി സാധനം തന്നെയാണ്. ഈ ലോ വാട്ടിൽ പിന്നെ എനിക്ക് വേറെ വിഷയമൊന്നും തോന്നുന്നില്ല. നമ്മൾ ഈ ഒരു മോഡൽ 5 വർഷം വാറണ്ടിയാണ് കമ്പനി പറയുന്നത്. ഈ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേലോട്ട് കൊടുക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് ഇനി സോളറിൻ്റെ അടുത്ത് പോയേക്കാം. ഇപ്പോൾ നമ്മളുള്ളത് നമ്മളെ വീടിൻ്റെ റൂഫ് ടോപ്പിലാണ്. അപ്പോൾ റൂഫ് ടോപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ സ്ലോപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെ നമ്മളെ ഈ 8 പാനൽസ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ റൂഫ് കംപ്ലീറ്റ് നമ്മളിങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ നമ്മൾ ക്ലാമ്പ് ചെയ്തിട്ട് ഷീറ്റിൻ്റെ മേലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഏകദേശം മോണോപ്പർക്കത്തെ ഹാഫ് കട്ടിൻ്റെ ടാറ്റയുടെ 430 വാട്ട്സിൻ്റെ 8 പാനൽസാണ് നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ക്ലാമ്പ് ഏകദേശം 5 സെൻറ്റിമീറ്റർ ആണ് ആ ഒരു വെടുത്ത് വരുന്നത് തോന്നുന്നത്. അതായത് ഷീറ്റും ഈ ഒരു ഇതുമായിട്ടുള്ള ഗ്യാപ്പ് 5 or 10 കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. നമ്മളിപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് നമ്മൾ സോളാർ വെച്ചിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു കൈകാത്തത് പോലെ കാണുമ്പോഴുള്ള ആ ഒരു വ്യൂ എന്ന് വെച്ചാൽ 3.5 മാസത്തിന് ശേഷമുള്ള ആ ഒരു ഇതായിട്ടുള്ളത്. അത്രമാത്രം ചളി ഇതിലടങ്ങിയിട്ടുണ്ട്. അതായത് കുറേ ബേഡ്സിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 3.5 മാസത്തിന് ശേഷം നമ്മൾ കൈകാതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു കോലമുള്ള കാണുന്നത്. അതിങ്ങനെ ക്ലീനാക്കി വരച്ച് കഴിഞ്ഞാലൊക്കെ ഒരു മണ്ണും മണലും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്യുന്നു അത്രത്തോളം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നതാണ്. കാരണം എനിക്ക് കുറച്ച് പ്രൊഡക്ഷൻ കുറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇന്നിത് ക്ലീൻ ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. ചിലപ്പോൾ ഞാൻ ക്ലീൻ ആക്കുന്നത് ഈ ഒരു വീഡിയോയിൽ തന്നെ ആഡ് ചെയ്ത് തരാം, ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ ആക്കിയിട്ട് ക്ലീനിങ്ങിൻ്റെത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരുന്നു വീട്ടിൽ പോകുമ്പോൾ അതെല്ലാം കാണിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഇടാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നെത്തിയതാണ് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റൂഫ് ടോപ്പിലാണ് ഉള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു തെങ്ങും കാര്യങ്ങളൊക്കെ അന്നത്തെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം. ഈ തെങ്ങൊക്കെ നമ്മൾ ഷാഡോ വരുന്നുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഷാഡോ ശ്രദ്ധിച്ചാൽ അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കാൻ പോവാണ്. ഇപ്പോൾ ക്ലീൻ ആക്കാൻ തൽക്കാലം സോളാർ മോപ്പ് തിരഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ പഴയൊരു മോപ്പ് ഉണ്ടായിരുന്നു ക്ലീൻ ആക്കണേ, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വൈപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ടാങ്കിലോട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടുന്ന് ഇങ്ങനെ ലോക്ക് അയച്ചിട്ട് ഈ ഒരു പൈപ്പ് ഇങ്ങനെ ഊരെടുക്കുകയാണ്. എന്നിട്ട് താഴത്തുനിന്ന് ഉമ്മൻ്റെ അടുത്ത് മോട്ടർ ഓണാക്കാൻ പറയും. ഇവിടെ വന്നെടുക്കും. ഓക്കെ ഓക്കെ, മോട്ടർ ഓണാക്കിയാലോ. ആ മോട്ടർ ഇട്ടാണ്. അപ്പോൾ വെള്ളം വന്നേ.
നമുക്ക് ഫുള്ളായിട്ടൊന്ന് അത് നനച്ചു കൊടുക്കാം. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ചളിയുണ്ട് കേട്ടോ. അതായത് പൊടിയും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് നമ്മൾ വെറുതെ വെള്ളം അടിച്ചിട്ട് കാര്യമില്ല. വെള്ളം അടിച്ച് കഴിഞ്ഞതിന് ശേഷം മോപ്പ് ഉപയോഗിച്ചിട്ട് നല്ല ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം, ഒന്ന് തുടച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ബേഡ്സിൻ്റെ വേസ്റ്റും ഈ മണ്ണും ഇതിലൊന്നും പോകില്ല. നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഫുള്ള് ക്ലീൻ ആയ പോലെ തോന്നും, ബട്ട് അങ്ങനെയല്ല. നമ്മൾ കൈ വെച്ച് നോക്കുമ്പോഴേ കണ്ടില്ലേ, കൈ വെച്ച് വരയ്ക്കുമ്പോഴേ അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ. ഷെയ്ഡ് പോകുന്നുണ്ടല്ലോ, ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നമ്മൾ കൈ വെക്കുന്നതനുസരിച്ച് ക്ലീൻ ആവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പോൾ ക്ലീനിങ് സോളാറിലേക്കൊക്കെ അറിയാൻ പറ്റും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രൊഡക്ഷനൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്ന സംഭവമാണ് ക്ലീനിങ് നമ്മൾ ശരിക്കും ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ മോപ്പൊന്ന് ആദ്യം നമ്മൾ നനച്ചു കൊടുക്കണേ. സോളാർ മോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനും ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഇത് കാണിച്ചിട്ട് അത് ചെയ്തിട്ടാണ് താൽക്കാലികമായിട്ട് ഈ മോപ്പ് എടുത്ത് പോകുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ക്ലീനിങ് തുടങ്ങാം. ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി. ഈ ബേഡ്സിൻ്റെ വേസ്റ്റാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ഈ പൊടി വേറെയുള്ള ഇലശല്യോ അങ്ങനത്തെ ഒന്നും നമുക്കില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ക്ലീൻ ആക്കിയത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ മാക്സിമം ഒരു 1 മന്തിൽ തന്നെ മാക്സിമം ക്ലീൻ ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതായത് നല്ല വെയിലുള്ള സമയത്ത് മാക്സിമം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അത്രയും പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു വൈപ്പർ അല്ല, ഈ ഒരു മോപ്പല്ല നമ്മൾ കറക്റ്റ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. കറക്റ്റ് സോളാർ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ട് സ്ക്വയറിൽ വരുന്ന ഒരു തരം മോപ്പുണ്ട്. അത് ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ആക്കാൻ നോക്കുക. ഇപ്പം ഞാൻ ഏകദേശം ഇത്രയും ഏരിയ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു മോപ്പിൽ. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ ഒരു മോപ്പ് എടുത്തിട്ട് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് രാത്രി തന്നെ ട്രെയിൻ കയറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ലൈറ്റ് പോകുന്നതിന് മുമ്പ് എല്ലാ പരിപാടി നടക്കണമല്ലോ വെച്ചിട്ടാണ് ഈ ഒരു മോപ്പ് എടുത്തത്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല വെയിലുള്ള സമയത്ത് മാക്സിമം 2 ആഴ്ച നിങ്ങൾക്ക് എത്രത്തോളം പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റുമോ അത്ര രീതിയിൽ പെട്ടെന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അവസാനിച്ചു. ഇപ്പോൾ ജസ്റ്റ് ഒരു വെള്ളം അടിക്കുന്ന ഒരു പരിപാടിയോടുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ മോപ്പിൽ എത്രത്തോളം ചളി നോക്കെ. ഇപ്പോൾ മോപ്പിൽ ചളി നോക്കിക്കോട്ടെ, കണ്ടല്ലേ നല്ല രീതിയിൽ നല്ല ചളിയുണ്ട്. കണ്ടല്ലേ വെള്ളം പോകുന്നു ആയിക്കോളും. നല്ല രീതിയിൽ തന്നെ മോപ്പിൽ ചളിയുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ ഒരു പാനലിന് കളക്ട് ചെയ്ത ചളിയാണ്. ഓക്കെ, ഒരു കയ്യിൽ ഫോൺ, ഒരു കയ്യിൽ പൈപ്പ്, മോപ്പ് എല്ലാം കൂടെ ആയിട്ട് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ മോപ്പ് നല്ല രീതിയിൽ നമ്മൾ പാനൽ നല്ല രീതിയിൽ ക്ലീൻ ആക്കാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് സോളാർ ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു ചെറിയ പണി എന്ന് വെച്ചാൽ. പിന്നെ കുറേ പേരിപ്പോൾ ഈ ഒരു എന്താ പറയുക സ്പ്രിംഗ്ലറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ബെറ്റർ ആണോ ചോദിച്ചാൽ ഓക്കെ ഫൈൻ. എന്നാലും നമ്മൾ മാസത്തിൽ ഇതുപോലെ മോപ്പ് എടുത്തിട്ട് തന്നെ ഇറങ്ങേണ്ടി വരും. കാരണം സ്പ്രിംഗ്ലർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വെള്ളം ഇങ്ങനെ ഇതിൻ്റെ മേലെ കൂടെ സൂപ്പർവിഷനിൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് അടിക്കാനേ പറ്റുള്ളൂ, ഒഴുക്കി വിടാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു വീക്ക്ലി ട്വൈസ് ഒക്കെ നമ്മളിങ്ങനെ ഒഴുക്കി വിടുമ്പോൾ ഒരുവിധം ചളൊക്കെ തന്നെ സ്പ്രിംഗ്ലറിൽ പോയിക്കോളും. കാരണം സോളാർ സ്പ്രിംഗ്ലർ പറഞ്ഞിട്ട് ഈ പാനലിലേക്ക് മേലെ അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു തരം സ്പ്രിംഗ്ലർ വരുന്നത്. അതൊരു വീക്ക്ലി ട്വൈസിൽ നമ്മളൊരു 10-15 മിനിറ്റ് ഓണാക്കി വെച്ചാൽ നന്നാവും. ഓക്കെ, ക്ലീനിങ് ബഹുത്ത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്തോ. കാരണം നമ്മൾ ക്ലീനിങ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഗ്രാഫാണ് കേട്ടോ ആദ്യം കാണിക്കുക. അതിനുശേഷം ക്ലീനിങ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഗ്രാഫ് നമുക്ക് ഇത് കാണിക്കാം. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ഷനിൽ മാറ്റം ഉണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. ചെറിയ രീതിയിൽ ഇപ്പോൾ ഇനി ഒരു 100 വാട്ട്സ് ആയാലും അത് നമുക്ക് ബെറ്റർ തന്നെയാണല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഗ്രാഫാണ്. ഓരോ ദിവസത്തിന് ഏകദേശം ഇപ്പോൾ ഇന്ന് 25-ാം തീയതി ആയി. ഞാൻ എടുക്കുന്ന സമയം, ഈ ക്ലീൻ ആക്കുന്ന സമയം 25-ാം തീയതി വരെയുള്ള ഒരു ഗ്രാഫാണ് ഈ കാണുന്നത്. ഇനി അതിന് ശേഷമുള്ള ഗ്രാഫ് നോക്കാം. ഓക്കെ, ഇതാണ് അതിന് ശേഷമുള്ള ഒരു ഗ്രാഫ് വരുന്നത്. അപ്പോൾ ബൈ. അപ്പോൾ നമ്മൾ സോളാറിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ വൈഫൈ കാര്യങ്ങൾ കോൺഫിഗർ ചെയ്യുന്ന വീഡിയോ, ഫോണിൽ എങ്ങനെ ഇതിൻ്റെ റീഡിങ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.